ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഈ അയൽപ്പക്കത്തും ഒരു ഹിന്ദുക്കൾ പോലും താമസിക്കുന്നില്ല, അഹിന്ദുക്കളാണ് താമസിക്കുന്നത്. എന്നിട്ട് പോലും അവരെ പൂർണ്ണ സപ്പോർട്ട് ഈ അമ്പലത്തിനുണ്ട്. ഞങ്ങൾക്ക് എന്ത് പുറകെ വന്നാലും അപ്പം തന്നെ എടുത്ത് അവർ വിളിച്ചു പറയാറുണ്ട്. ആദ്യമായി സ്ഥലം വിട്ടുകൊടുത്തത് ഇവിടെയുള്ള കൈത്തട്ടിപ്പുറായി ജുമാഅത്ത് മസ്ജിദാണ്. ഈ പള്ളി കമ്മിറ്റി അതിനു വേണ്ടി യാതൊരു മടിയും കൂടാതെ യാതൊരു പ്രശ്നവുമില്ലാതെ അവർ വിട്ടുകൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് തൊട്ട അപ്പുറത്തുള്ള അമ്പലം ഇവിടെയുള്ള മതേതരത്തിന്റെ ഒരു ചിഹ്നമാണ് കലങ്ങോട്ട് അമ്പലം. ആ അമ്പലത്തിന്റെ ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമയോടെ എന്ന് പറഞ്ഞാല് എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരും, അതിന് ജാതിയില്ല മതമല്ല ഒന്നുമില്ല. ഞങ്ങൾ എല്ലാത്തിനും ഒന്നാണ്. ഒരുമ എന്ന് പറഞ്ഞാല് ഏത് കാര്യത്തിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളത്, വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കി കളയുക. ഇത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു സ്ഥലം അവിടെ ഉണ്ട്, അവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, പള്ളി കൊടുത്തിട്ടുണ്ട്. പള്ളി എന്ന് പറയേണ്ട അമ്പലം കൊടുത്തിട്ടുണ്ട്. സ്കൂള്, ഈ LP സ്കൂളിന്റെ ചുറ്റുമതിൽ എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയതല്ല, ആ സ്ഥലം പോലും കൊടുത്ത് അമ്പല കമ്മിറ്റി വളരെ ഉഷാറായിട്ട് സഹകരിച്ചു. അതേപോലെ തന്നെ 2 അംഗനവാടികൾ. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിലെ വെസ്റ്റ് കൊടിയത്തൂർ എന്ന നാട് ബെസ്റ്റ് കൊടിയത്തൂരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും അടക്കം സ്കൂളുകൾ, അംഗൻവാടികൾ, നാട്ടുകാരെല്ലാവരും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ അവരവരുടെ സ്ഥലങ്ങൾ, തുച്ഛമായ സ്ഥലം മാത്രമുള്ള ഓരോരുത്തരും അവരുടെ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തപ്പോൾ 3.5 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന ഈ റോഡ് 6 മീറ്ററിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം പൊളിച്ച ഓരോ മതിലും ഓരോരുത്തർക്കും കെട്ടിക്കൊടുക്കുന്നത് ഈ കമ്മിറ്റിയാണ്. ഇതിന് ഫണ്ട് സ്വരൂപിക്കുന്നത് ഇവർ ഓരോരുത്തരുമാണ്. മറ്റുള്ള നാടുകളിലൊക്കെ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളുടെ പിറകെ അല്ലെങ്കിൽ മെമ്പർമാരുടെ പിറകെ, ജില്ലാ പഞ്ചായത്തിന്റെ പിറകെ പോകുമ്പോൾ ഇവിടെ ഒരു നാട് ഒരുമിക്കുകയാണ്. മതസൗഹാർദ്ദപരമായിട്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഒരു റോഡ് നിർമ്മിക്കുകയാണ്. വെസ്റ്റ് കൊടിയത്തൂർ ഇടവഴിക്കടവ് റോഡ്. ആ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളത്, വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കി കളയുക. ഇത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ സുന്ദരമായ ഈ റോഡ് ഇവിടെ ഒരുക്കാൻ സാധിപ്പിച്ചത്. ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ റോഡിന് ആദ്യമായി സ്ഥലം വിട്ടുകൊടുത്തത് ഇവിടെയുള്ള കൈത്തട്ടിപ്പുറായി ജുമാഅത്ത് മസ്ജിദാണ്. ഈ പള്ളി കമ്മിറ്റി അതിനു വേണ്ടി യാതൊരു മടിയും കൂടാതെ യാതൊരു പ്രശ്നവുമില്ലാതെ അവർ വിട്ടുകൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് തൊട്ട അപ്പുറത്തുള്ള അമ്പലം ഇവിടെയുള്ള മതേതരത്തിന്റെ ഒരു ചിഹ്നമാണ് കലങ്ങോട്ട് അമ്പലം. ആ അമ്പലത്തിന്റെ കമ്മിറ്റിക്കാരും യാതൊരു വൈമനസ്യം കാണിക്കാതെ ഈ റോഡിന് വേണ്ടി വിട്ടുകൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒരു മലബാറിന്റെ മതേതരത്വം എടുത്തു കാണിക്കുന്ന ഒരു നാടാണ് ഈ കൈത്തട്ടിപ്പുറായി നാട്. വെസ്റ്റ് കൊടിയത്തൂർ ജുമാ മസ്ജിദിന്റെ ജനറൽ സെക്രട്ടറിയാണ് എന്റെ കൂടെ ഉള്ളത്. പേര് അബ്ദുൽ മജീദ്. ഈ മതേതരത്വമായിട്ട് ഏറെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ മലബാറിൽ മറ്റൊരു വ്യത്യസ്ത കാഴ്ച, രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെയോ അകമ്പടി ഇല്ലാതെ നിങ്ങൾ നാട്ടുകാർ ചേർന്ന് പള്ളി വരെ സ്ഥലം വിട്ടുകൊടുക്കുന്നു, തൊട്ടടുത്തുള്ള അമ്പലങ്ങൾ വിട്ടുകൊടുക്കുന്നു. എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം? ഇത് ഈ പ്രദേശം വളരെ ചെറിയ കുഗ്രാമമാണ്. ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു റോഡാണ്. അന്ന് ഇവിടെ കേവലം ഒരു ചെറിയ വാഹനം, അതായത് ചെറിയൊരു പഴയ MIT എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചെറുത്തിനൊക്കെ ആ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് മാറിയിട്ട് ഒരു 300 വീടുകൾ 400 വീടുകൾ ഇവിടെ ഉണ്ട്. ഇത് എല്ലാ വീട്ടിലും വാഹനമാണ്. ജനപ്പെരുപ്പത്തേക്കാളും ഉപരി വാഹനപ്പെരുപ്പം കൂടിയ എല്ലാ നാട്ടിലുള്ളത്. അപ്പുറം ഒരു വീട്ടിൽ തന്നെ ഇവിടെ ചെറിയ പ്രദേശം, വളരെ പാവങ്ങളായ പ്രദേശം. പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ കാലം ഏത് പാവങ്ങളെ വീട്ടിലും വാഹനങ്ങൾ ധാരാളമാണ്. അപ്പൊ അതിൽ നിന്ന് വന്ന ഒരു ആശയമാണ് ഈ റോഡ്. ഞങ്ങളെ റോഡ് 3.5 മീറ്റർ ഉണ്ടായിരുന്നു. അത് 6 മീറ്ററിൽ എത്തിച്ചാൽ 1 കിലോമീറ്ററും 200 മീറ്ററും. അത് 6 മീറ്ററിൽ എത്തിച്ചാലേ എന്തുണ്ടാവുള്ളൂ, അതിന് ഫണ്ട് കിട്ടുള്ളൂ. കേവലം ഒരു ഗ്രാമപഞ്ചായത്തിനൊക്കെ പരമാവധി ഒരു വാർഡിൽ 2 ലക്ഷം 3 ലക്ഷം കിട്ടുന്നു. അപ്പൊ അതിൽ നിന്ന് വന്ന അതേപോലെ വാഹനങ്ങളുടെ ധാരാളിത്തം കൊണ്ടൊക്കെ നിന്ന് ഞങ്ങൾ തീരുമാനം. അതിന് ഒരു പള്ളി കമ്മിറ്റിക്കോ അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിയോ ഒന്നുമില്ല. ഈ നാട് ഒത്തൊരുമയുടെ നാടാണ്. പള്ളി കമ്മിറ്റിന്റെ ഈ സ്ഥലം ഞങ്ങൾ ഈ കെട്ടുന്ന ആ സമയത്ത് തന്നെ ഒരു മീറ്ററോളം ഒഴിച്ചിട്ട് ഞങ്ങൾ കിട്ടി. അതുകൊണ്ട് ഈ പ്രാവശ്യം പള്ളിന്റെ മറ്റൊരു സ്ഥലം അവിടെ ഉണ്ട്, അവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പള്ളി കൊടുത്തിട്ടുണ്ട്. പള്ളി എന്ന് പറയേണ്ട അമ്പലം കൊടുത്തിട്ടുണ്ട്. സ്കൂള്, ഈ LP സ്കൂളിന്റെ ചുറ്റുമതിൽ എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയതല്ല, ആ സ്ഥലം പോലും കൊടുത്ത് അമ്പല കമ്മിറ്റി വളരെ ഉഷാറായിട്ട് സഹകരിച്ചു.
ഇപ്പൊ അതേപോലെ തന്നെ 2 അംഗനവാടികൾ, ഒരു അംഗനവാടി നിങ്ങൾ കാണും ഇവിടെ തന്നെ ഉണ്ട്, ഒന്ന് കായക്ക ഈ 1/200 തന്നെ 2 അംഗനവാടിയാണ്. ആ 2 അംഗനവാടിന്റെ സ്ഥലം ഇതിന് കൊടുക്കുമ്പോൾ നാടും നാട്ടുകാരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു വികസന പ്രവർത്തനം ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഇത് 40 ലക്ഷത്തിന് 50 ലക്ഷം റുപ്യന്റെ ഒരു പ്രൊജക്ട് ഞങ്ങൾ ഉണ്ടാക്കുക. കാരണം ഇടുങ്ങിയ 5 സെന്റുകാരൻ 6 സെന്റുകാരനൊക്കെയാണ് ഇതിന് സ്ഥലം തരുന്നത്. അവരെ മതില് പൊളിച്ചായിട്ട് മാറുമ്പോൾ അവർക്ക് വീണ്ടും മതിൽ കെട്ടേണ്ടി വരും. അതിന് കഴിയില്ല. അതിന് ഞങ്ങൾ 40 ലക്ഷത്തിൽ പരം രൂപ ഞങ്ങളെ നാട് കരക്ഷനിട്ട് നടത്തും. നമ്മൾ പൊളിച്ചുന്ന മതിൽ ഡിപ്പാർട്ട്മെന്റ് അല്ല ചെയ്യുന്നത്, നാട് ഒരുമിച്ച് ചെയ്യുക. അതോടനുബന്ധിച്ച് നടക്കുന്ന ഒരു റോഡ് കല്യാണത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. സന്തോഷത്തിൽ കൊടിയത്തൂർ എന്ന ഈ ചെറിയ വെസ്റ്റ് കൊടിയത്തൂരാണ്. വെസ്റ്റ് കൊടിയത്തൂർ ഇപ്പൊ പല ആളുകളും ബെസ്റ്റ് കൊടിയത്തൂരായിട്ട് കാണുന്നു. ബെസ്റ്റ് കൊടിയത്തൂരിലേക്ക് മാറുക. ആ മാറ്റത്തിൽ എല്ലാവരും വളരെ സന്തോഷം. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഞങ്ങളൊക്കെ സന്തോഷം. കലങ്ങോട്ട് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവരുടെ ഈ ക്ഷേത്രത്തിന്റെ മതിലൊക്കെ ഈ റോഡിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ ഇവരോട് ചോദിച്ചറിയാൻ പോകുന്നത്. ഈ വെസ്റ്റ് കൊടിയത്തൂർ റോഡിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാ വികസന പരിപാടിക്കും ഞങ്ങൾ എക്കാലവും ഈ ക്ഷേത്ര കമ്മിറ്റി എക്കാലവും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നാട്ടുകാരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഒരു മാതാപിതാക്കളെ മക്കളെ പോലെയാണ് ഇവിടുത്തെ നാട്ടുകാർ ഞങ്ങളോട് പെരുമാറുന്നത്. ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഈ അയൽപ്പക്കത്തും ഒരു ഹിന്ദുക്കൾ പോലും താമസിക്കുന്നില്ല, അഹിന്ദുക്കളാണ് താമസിക്കുന്നത്. എന്നിട്ട് പോലും അവരെ പൂർണ്ണ സപ്പോർട്ട് ഈ അമ്പലത്തിനുണ്ട്. ഞങ്ങൾക്ക് എന്ത് പുറകെ വന്നാലും അപ്പം തന്നെ അവർ വിളിച്ച് പറയാറുണ്ട്. എന്നെ അമ്പലത്തിൽ പുറകെ ഉണ്ടെങ്കിൽ അവർ വിളിച്ച് പറയും. പുറകെ എന്നാൽ കാറ്റും മഴയും വന്നാൽ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ വീണ് അവർ പോലും ഇവിടുത്തെ അയൽപ്പക്കത്തിലെ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് വില കൊടുക്കുന്നത്. പിന്നെ ഒരു 3 കൊല്ലം മുതൽ വലിയ വെള്ളപ്പൊക്കം വന്നപ്പം ഈ മുറ്റത്ത് വെള്ളം വന്നപ്പം ഞങ്ങളോട് ആദ്യം വിളിച്ച് പറയുന്നത് ഈ അനീപ്പാക്കയുടെ മോള് സെൽമൽ താറ പെൺകുട്ടിയാണ്. രാവിലെ തന്നെ എനിക്ക് ഫോൺ ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അമ്പലം, പള്ളി അടക്കമുള്ള എല്ലാവരും ഒരേ രീതിയിൽ നമ്മളെ ഈ ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. ഇതൊരു പണ്ടൊക്കെ കുറിക്കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകളും കാണാതെയും കേൾക്കാത്ത ഒരു സംഭവമാണ് ഈ കുറിക്കല്യാണം ഒക്കെ. അതിന്റെ റോഡ് കല്യാണമാണ് നടക്കുന്നത്. എന്ത് തോന്നുന്നു? റോഡ് കല്യാണം പൂർണ്ണ വിജയമാവും. കാരണം ഈ പ്രദേശത്തുള്ളവർ പരസ്പരം സഹായിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. എന്ത് കല്യാണം, പാവപ്പെട്ടവരെ കല്യാണത്തിന് അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത് വിജയിച്ചെടുപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും നാട്ടുകാരിൽ നിന്നും അയൽപക്കക്കാരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൊടിയത്തൂരിന്റെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാല് വർഷങ്ങളോളായിട്ട് ഇന്നും ഇന്നലെയല്ല, ഞങ്ങളെ ഖിലാഫത്ത് നാൾ തൊട്ട് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമയോടെ എന്ന് പറഞ്ഞാല് എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരും, അതിന് ജാതിയില്ല, മതമല്ല, ഒന്നുമില്ല. ഞങ്ങൾ എല്ലാത്തിനും ഒന്നാണ്. ഒരുമ എന്ന് പറഞ്ഞാല് ഏത് കാര്യത്തിനും ഒരു കാര്യത്തിനൊന്നുമില്ല. അതിന് ജനനായാലും മരണമായാലും വേറെ എന്ത് പരിപാടിയാണെങ്കിലും കല്യാണമാണെങ്കിലും ഉത്സവമാണെങ്കിൽ പോലും അത്രയ്ക്കും സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നാട് കാണാൻ ചിലപ്പം പ്രയാസമായിരിക്കും. അങ്ങനത്തെ ഈ റോഡിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാല് സ്ഥലമില്ലാതെ വീടിന്റെ ഓരോ ഭാഗം വരെ റോഡിന് വിട്ടുകൊടുത്തിട്ട് അത്രയും സഹകരിച്ചിട്ടാണ് ഞങ്ങൾ ഈ റോഡ് പണി ഇത്രയും പൂർത്തിയായി എന്ന് തന്നെ പറയാം. 90% പൂർത്തിയായി. ഇനിയില്ല, കുറച്ച് സ്ഥലം കൂടിയേ പൂർത്തിയാവാനുള്ളൂ. അത്രയും ഒരുമേനെ കൊണ്ട് തന്നെയാണ് ഈ നാട്ടിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഇതിന് സപ്പോർട്ടാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണ് വെള്ളം, വഴി, ഇതൊക്കെ. അത് വികസിപ്പിക്കുക എന്ന് പറയുമ്പോഴും ഒരു നാടിന്റെ വികസനം, നാടിന്റെ വികസനം തന്നെയാണ്. അത് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഉണ്ട്. വെള്ളമായാലും വെളിച്ചായാലും എല്ലാം ഞങ്ങൾക്ക് ഈ നാടിന് വേണ്ടത്. ഒരാള് കഷ്ടപ്പെടുന്ന ഒരാളെ എങ്ങനെ സഹായിക്കണോ അങ്ങനെയൊക്കെ സഹായിക്കണ ഒരു നാടാണ് ഞങ്ങളുടെ നാട്. കൈത്തടിപ്പുറയിലെ ഏതാണ്ട് 30 സെന്റോളം സ്ഥലം റോഡുമായി ബന്ധപ്പെട്ട് പള്ളിൻ്റെ സംഭാവന തന്നെയാണ്. അതിൻ്റെ പുറമെ വേറെ മറ്റു പറമ്പുകളും റോഡിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. പരിപൂർണമായിട്ട് അങ്ങാടി കൈത്തടിപ്പുറയിലത്തെ പള്ളിൻ്റെ സ്ഥലങ്ങളാണ്. ജനങ്ങൾ മുഴുവൻ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചത് കൊണ്ടാണ് ഇത്ര വിജയകരമായി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഒരു 10% കൂടിയേ ഉള്ളൂ. അത് 2 ആഴ്ചയോടുകൂടി ഞങ്ങൾ പൂർത്തിയാക്കുന്നതാണ്.
പ്രേമകുമാരി ടീച്ചറിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒന്നും ഇല്ലാത്തതായിട്ടില്ല. പക്ഷേ എപ്പോഴും വെസ്റ്റ് കൊടിയത്തൂരിനെ ബെസ്റ്റ് കൊടിയത്തൂരാക്കുന്നത് ഇവിടുത്തെ ഓരോ ഹൈന്ദവനും മുസൽമാനും അവരുടെ ജാതി ഭേദമന്യുള്ള പ്രവർത്തനങ്ങളും അവരുടെ ഒത്തൊരുമയും തന്നെയാണ്. മറ്റുള്ള ജില്ലകളിലൊക്കെ മതത്തിന്റെ പേരിലുള്ള ചെറിയ ചെറിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മലബാറിനെ, കോഴിക്കോടിനെ, മലപ്പുറത്തിനെയൊക്കെ എപ്പോഴും മാറ്റുകൂട്ടുന്ന ഒന്നുണ്ട്. അത് ഇവിടുത്തെ മതസൗഹാർദ്ദം തന്നെയാണ്. അതിനൊരു ഉദാഹരണം കൂടിയാണ് കൊടിയത്തൂർ എന്ന പ്രദേശത്തെ വെസ്റ്റ് കൊടിയത്തൂരിലെ ഈ ബെസ്റ്റ് കൊടിയത്തൂരുകാരുടെ റോഡ്. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സംഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.